ബിഗ് ബോസ് സീസൺ 6നെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ വിവാദപരമായ പരാമർശങ്ങൾ കൊണ്ടും ചില ചർച്ചകൾ കൊണ്ടും അതുപോലെ സോ കോൾഡ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുമൊക്കെ പ്രേക്ഷകരിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് കയറി ചെന്ന ഒരാളാണ് ജാസ്മിൻ. പക്ഷേ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പുള്ള ജാസ്മിന് കിട്ടിയിരുന്ന പ്രേക്ഷക പിന്തുണയ്ക്കപ്പുറം അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജബ്രി എന്നൊരു കോംബോ വഴിയാണ് കൂടുതലായിട്ടും ജാസ്മിൻ ഇപ്പോൾ പുറമേ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ജബ്രി എന്ന് പറയുന്ന ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആ ഒരു കോംബോ പ്രേക്ഷകർക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നത് തന്നെയാണ്. ആ ഒരു റീസൺ വെച്ചിട്ട് കൊണ്ട് തന്നെ ജാസ്മിൻ ആ വീട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഉള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉൾപ്പെടെ കണ്ടുപിടിച്ച് ട്രോളുകളായിട്ടും മറ്റും സംസാരിക്കുകയും പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട് ജാസ്മിനും ജാസ്മിൻ്റെ കുടുംബത്തിനും അടക്കം. ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഉഡായിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ ഒരുപാട് പേര് നിലവിൽ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ ആ ഒരു അഭിപ്രായ പ്രകാരം അവർ പറയുന്നത് ബിഗ് ബോസ് നേരായ ഒരു ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോ ആണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് അതിലുള്ള എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരെ അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രേക്ഷകർ താല്പര്യപ്പെട്ടിട്ടും ജാസ്മിൻ്റെയും ഉപ്പയുടെയും ആ ഒരു സംഭാഷണം, ഉപ്പയും മകളും തമ്മിലുള്ള സംഭാഷണം എന്ന നിലയിൽ വളരെ വ്യക്തിപരമാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് മാത്രമാണ് അതന്ന് ടെലികാസ്റ്റ് ചെയ്യാതിരുന്നത് എന്നതാണ് ലാലേട്ടൻ വന്ന എപ്പിസോഡ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ വഴി ബിഗ് ബോസ് ജനങ്ങളിലേക്ക് എത്തിച്ച് തന്നിരുന്ന റീസണും അത് തന്നെയായിരുന്നു. അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഹെൽത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ആ സംഭാഷണം അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് പുറത്തുവിടാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് ആ ഒരു ഈ പറയുന്ന ചർച്ചകൾക്ക് ഒരു കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ചർച്ചകൾ കുത്തിപ്പൊങ്ങി വന്നിരിക്കുകയാണ്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ലൈവില് ഒരു സംഭവം ഉണ്ടായി. നോറ ഒരു ഗെയിമിന് ശേഷം ജാസ്മിനും നോറയും തമ്മിൽ വലിയൊരു വാഗ്വാദം ഉണ്ടാവുകയും അതിൽ അവിടെ വെച്ച് തന്നെ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് നോറയ്ക്ക് വീണ്ടും ഒരു പാനിക് അറ്റാക്ക് പോലെ ഉണ്ടാവുകയും ഹെൽത്ത് വളരെ വീക്കായി പോവുകയും കരയുകയും ഒക്കെ ചെയ്ത ആ ഒരു സിറ്റുവേഷനിൽ നോറയെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കാനുണ്ടായത്. അതിനുള്ള കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു എന്നല്ല, വിളിപ്പിച്ചു എന്ന് വേണം പറയാൻ. കാരണം നോറ അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു. കാരണം നോറയ്ക്ക് പ്രേക്ഷകരോട് പല കാര്യങ്ങളും പറയാനുണ്ട്. പലതിലും താൻ ഇല്ല എന്നും തൻ്റെ നിരപരാധിത്വം അല്ലെങ്കിൽ താൻ അതിൻ്റെ ഒന്നും ഭാഗമല്ല എന്നും തെളിയിക്കാൻ വേണ്ടി നോറ കണ്ടുപിടിച്ച ഒരു വഴിയായിരുന്നു കൺഫെഷൻ റൂം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺഫെഷൻ റൂമിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പല രീതിയിലുള്ള ഇമോഷണൽ ഡ്രാമാസും നോറ അവിടെ കാണിക്കുകയും അതിനുള്ള ഒരു ചാൻസ് കിട്ടുകയും ആ ഒരു സ്പേസ് കിട്ടിയ സമയത്ത് നോറ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നോറ അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ പുറത്തിരുന്നിട്ട് ഗബ്രിയും ജാസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ജാസ്മിൻ ഗബ്രിയോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എൻ്റെ തന്ത വിളിച്ച് ഓൾറെഡി എന്നെ പൊരിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സംഭാഷണം. ഈ ഒരു സംഭാഷണത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബിഗ് ബോസ് ഉഡായിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത്. കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജാസ്മിനും ജാസ്മിൻ്റെ ഉപ്പയും തമ്മിൽ സംസാരിച്ചത് ഹെൽത്ത് റിലേറ്റഡ് മാത്രമാണെന്നുള്ളത് വിശ്വസിക്കാൻ എല്ലാ പ്രേക്ഷകർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതിൽ പലതും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും അതിൽ നിന്ന് ക്ലിയർ ആയി കിട്ടുകയും ചെയ്യും. ഇതിനെ രണ്ട് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന്, ഈ ഒരു സംഭവത്തിന് ശേഷവും ജാസ്മിൻ ഗബ്രിയോടുള്ള അഫെക്ഷന് ഒരു രീതിയിലും കുറവ് കാണിച്ചിട്ടില്ല. അന്നത്തെ ആ ഒരു 2 ദിവസത്തിൽ മാത്രമേ ആ ഒരു രീതിയിൽ അവർ വേർപിരിയുകയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് തന്നിട്ടുള്ളൂ എങ്കിലും പിന്നീട് വീണ്ടും ആദ്യം മുതൽ ഡേ 1 മുതൽ എങ്ങനെയായിരുന്നോ അതേപോലുള്ള ആ ഒരു ഗ്രാഫ് തന്നെയാണ് ജാസ്മിൻ അവരുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ കോൾഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷേ അതിന് മറ്റൊരു വശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ കാണുന്ന ജാസ്മിൻ വളരെ ജെനുവിൻ ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിൻ കള്ളം പറയുകയാണ്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു കാരണം അവിടെ ഉണ്ടെങ്കിലും അത് ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ബിഗ് ബോസ് ഉഡായിപ്പാണ് എന്ന് പ്രേക്ഷകർ പറയുന്നതിൽ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ജാസ്മിൻ്റെ കാര്യം മാറ്റി നിർത്തി നോറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നോറ ഡേ 1 മുതൽ അവിടെ ഒരു ഇമോഷണൽ ഡ്രാമയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്.
എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും വളരെ ഇമോഷണൽ ആവുകയും ട്രിഗേർഡ് ആവുകയും നോറയുടെ പേര് വരുന്ന ഭാഗങ്ങളിൽ മാത്രം നോറ വലിയൊരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും സംസാരിക്കും. അതിനുശേഷം ലാസ്റ്റ് അവസാനം ഒരു കരച്ചിൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ സംഭവം അവിടെ നോറ അവിടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇമോഷണലി വീക്ക് ആവുക എന്ന് പറയുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ വീട്ടിലെ മത്സരാർത്ഥികൾ ആരും ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല. പൊതുവായിട്ട് വന്ന് നിന്ന് ഇതിനെ മെൻഷൻ ചെയ്ത് പറയാൻ പാടില്ല എന്നതാണ് നോറയുടെ നിലപാട്. നോറയുടെ ഗെയിം നോറ കളിക്കുന്നത് ഇമോഷണൽ ഡ്രാമയിൽ കൂടെയാണെങ്കിൽ ആ ഗെയിം ഇതാണെന്ന് പുറത്തു പറയാൻ ആർക്കും അവകാശമില്ല എന്നുള്ള രീതിയിലാണ് നോറ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്തും ജാസ്മിനും നോറയും തമ്മിൽ ഇഷ്യൂ ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് അതിനുശേഷം കൺഫെഷൻ റൂമിൽ വെച്ചിട്ടും നോറ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ ഇവൾ ടോർച്ചർ ചെയ്യുന്നത് ആദ്യമായിട്ടല്ല, പുറമേ നിന്നും മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ടോർച്ചറിങ് എന്നുള്ള രീതിയിൽ. ഇവർ തമ്മിൽ ആർഗ്യുമെന്റ് ഉണ്ടാവുന്ന സമയത്ത് ജാസ്മിനും പറയുന്നുണ്ട്. മുന്നക്ക എന്ന് പറയുന്നത് ജാസ്മിന് കല്യാണം കഴിക്കാനായിട്ട് ഇരുന്ന ഒരാളാണ്. അവരുടെ കല്യാണമൊക്കെ ആ ഒരു സമയത്ത് ബ്രേക്കായി പോയതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളാണ് നമ്പർ കൊടുത്തത് എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ആ വീടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. അതിൽ നിന്ന് പലർക്കും മനസ്സിലാവും നോറയും ജാസ്മിനും പുറമേ നിന്ന് മുതലേ ഇവർക്ക് തമ്മിൽ അറിയാവുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ പോലും നോറ വല്ലാണ്ട് ഇമേജ് കോൺഷ്യസ് ആകുന്ന ഒരു സിറ്റുവേഷനിലും നോറ ഈ കാര്യം വെളിപ്പെടുത്തുകയും അതിനെ തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഈ ഒരു കാര്യത്തെ എല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ബിഗ് ബോസ് എന്തോ ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ആ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്തൊക്കെയോ കാര്യം കാണാൻ വേണ്ടിയിട്ട് ആ ഒരു കോംബോ അവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ള തരത്തിലുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് ബിഗ് ബോസ് ഉടായിപ്പാണ്, ഷോ നിർത്തണം എന്ന് തുടങ്ങിയിട്ടുള്ള കമന്റ്സുകൾ തന്നെയാണ് കാണുന്നത്.